പ്രകമ്പനം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നൊരു ഹോസ്റ്റൽ കോളേജ് ക്യാമ്പസിലൊക്കെ നടക്കുന്നൊരു ഹൊറർ കോമഡിയാണ് ഇതിൻ്റെ ജോണർ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ സിനിമ. എന്തായാലും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ. നിങ്ങൾക്ക് പ്രകമ്പനമായി മാറട്ടെ. എൻ്റെ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തികമായിട്ട് പ്രകമ്പനമായി മാറട്ടെ. ഈ അവസരത്തിൽ നിനക്ക് തന്നെയാണ് എന്നോട് പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് ചോദിക്കാം. അസോസിയേഷൻസ് രേഖ, അറ്റൻഷൻ പ്ലീസ്, അതിലെല്ലാം ഒരു വയലൻസ് இருந்ததுல்ல சார்? அந்த படத்தில் அந்த சப்ஜெக்டில் அப்படி ஒரு வயலன்ஸ் இருந்தது, கண்டென்ட் ஓரியன்டாக இருந்தது. ஆனால் பிரகம்பனத்தோட மொத்த அவுட்லுக்கே ரொம்ப கொமர்ஷியலாக ஃபன்னாக இந்த மாதிரி ஒரு அசோசியேஷன் அது எப்படி இருந்தது? ஐ திங்க் இது அதான் அந்த வயலன்ஸ் தான் இட்ஸ் லைக் சொன்ன மாதிரி ஒரு ஹாரர் காமெடி, பட் இட்ஸ் லைக் அ வெரி ஃபன் ஃபில்ம். ஸோ we used to enjoy and we were looking for that kind of films also. It's not that we take only violent and very darker films in the mari. So when we got something like this, we are happy to associate with this film and be a part of this film. ഗണപതി വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് ആണ് കുറെ ആളുകൾ നോക്കി കാണുന്നത്. ഗണപതിയുടെ സെലക്ഷൻസ് ആയാലും ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ പോസ്റ്റ് ഗണപതി മേലെ ഒരു പ്രഷർ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പൊ പ്രകമ്പനത്തില് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണോ പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്പൊ ആലപ്പുഴ ജിംഖാനയിലെ ഉൾപ്പെടെ അവിടെ ഒരു പെർഫോമറിനെ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പൊ പ്രകമ്പനത്തിൽ എന്താ ഗണപതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയാനറിയില്ല. പക്ഷെ ഇതൊരു ഹൈലി എന്റർടൈൻമെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ത്രൂ ഔട്ട് ഫൺ ആൻഡ് ലൈക്ക് ഈ പറയുന്ന പോലെ ചെറിയ ഹോറർ എലമെന്റും പരിപാടിയായിട്ട് ഇതിന്റെ ഒരു വൺ ലൈൻ ഇപ്പൊ പറഞ്ഞ പോലെ കാർത്തിക് പറഞ്ഞ പോലെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെയാണ് നമ്മളും ഭയങ്കര ഇംപ്രസ്ഡ് ആയത് ഈ സിനിമയുടെ. അപ്പോൾ ആ ഒരു എലമെന്റിൽ നിന്നാണ് ഈ പടം തുടങ്ങുന്നതും ഈ പടത്തിന്റെ ഫുൾ ഔട്ട് ആൻഡ് ഫൺ വരുന്ന പരിപാടിയും. അപ്പം കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫുള്ളി ഹ്യൂമറായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതുന്നു. സാഗറിനെ ഈ പണിക്കൊക്കെ ശേഷം വളരെ റോ ആയിട്ടുള്ള ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വേഷങ്ങളിലായിരിക്കും ഇനി അങ്ങോട്ടേക്ക് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സാഗറിന് ഒരു സോൺ ഉണ്ട്. ഇപ്പം തട്ടിമുട്ടിയിൽ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വൺ ലൈനേഴ്സും കൗണ്ടേഴ്സും ഒക്കെ പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അപ്പൊ ആ സൈഡ് കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്ന, അതായത് വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു സാഗറിനായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നെ മാത്രമല്ല, ഇതിലെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഫുള്ള് എല്ലാവരും അങ്ങനെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും വിജയ് ശേഖരനായിട്ടാണെങ്കിലും നീണാണെങ്കിലും അമീനാണെങ്കിലും ഷീതനാണെങ്കിലും അപ്പം അങ്ങനെ ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻസ് ഓരോ ഡയലോഗ്സ് വരെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ആ ഒരു ഫണ്ണായിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കുന്ന ഓരോ സീക്വൻസും അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കി നിങ്ങളൊക്കെ പറയാൻ മതി പടം. അതാണ് അതിൻ്റെ ഒരു റൈറ്റ്. വിജയ് പടത്തിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു സ്റ്റോണർ ജോണർ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു സ്റ്റോണർ ജോണർ സിനിമയാണ് എന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പം അടിപെരുകുട്ടവിടെയൊക്കെ ഉണ്ടാക്കിയ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫൺ സോൺ ഉണ്ടല്ലോ, അവിടേക്കാണോ പ്രകമ്പനം നോക്കുന്നത്? അത് നിങ്ങളാണ് വിലയിരുത്തേണ്ട കണ്ടതിന് ശേഷം എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നത് പഴയ ഹരിയർ നഗർ എടുത്തു കഴിഞ്ഞാൽ പോലും പിന്നെ അവിടെ നിന്ന് വന്ന ഇതുപോലുള്ള കൂട്ടുകെട്ട് സിനിമകൾ ഇവിടെ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പ്രകമ്പനം. കേരളത്തിലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് എങ്ങനെയുള്ള കഥകൾ വേണം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള സിനിമ ചെയ്യണമെന്ന് തോന്നിയ സിനിമകളുണ്ടോ? ഇനി ഭാവിയിൽ ഏതൊക്കെ സിനിമകളാകും ആ ഒരു ഗണത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? Yeah, I mean, always Malayalam cinema like is personally very inspiring for me. Generally, like Malayalam cinema inspires me a lot, and because it doesn't they break Malayalam filmmakers, they sort of break the genre boundaries and other things, and then they suddenly explore, and then out of all this they keep very simple stories. So I always I've seen Malayalam cinema as something, I adore Malayalam cinema. So
we would love to be part of like iconic Malayalam films. So always whenever we see some films coming Malayalam, we thought, okay, we should also be part of such films and then we should be producing. So open for any kind of genre. We are looking forward for really good scripts as such. Yeah. ഒരു രോമാഞ്ചം പോലത്തെ ഒരു പരിപാടിയാണ് ഒരു ഓജോ ബോർഡ് അങ്ങനത്തെ സെറ്റ്. ഡയറക്ടർ ഇത് കണ്ടിട്ടാണോ ചോദിച്ചത്? അത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡിൽ ഓജോ ബോർഡ് ക്യാരം ബോർഡാണ്. അത് ഹോസ്റ്റലിൻ്റെ അകത്തുള്ള ഒരു റൂമാണ്. അവിടെ ക്യാരം ബോർഡ് മാത്രമാണ്. എന്തായാലും എനിക്ക് അതിപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതൊക്കെ വിലയിരുത്തേണ്ട നിങ്ങളാണ്. നിങ്ങൾ വേണം വിലയിരുത്താൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾ വേണം ഈ സിനിമയെ വിലയിരുത്താൻ. പ്രേക്ഷകർ അതെ ഓജോ ബോർഡില്ല. അതെ അത് ഞങ്ങൾ തരാറുണ്ട്. ഓജോ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി കാർത്തിക് സാർ, ഇപ്പോൾ മലയാള സിനിമയിൽ നല്ല ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ അമൽ നീരത്, അൻവർ ഷഹീദ്, அவங்க மாதிரி ஃபிலிம் மேக்கர்ஸ் படத்துக்கு அப்புறம் சரி முன்னாடி சரி இன்டர்வியூஸ் எல்லாம் கொடுக்க மாட்டாங்க. அப்போ அவரோட படம் ரிலீஸ் ஆகும்போது அது சக்ஸஸ் ஆகிடுச்சுன்னா அவரை பற்றி ஒரு ரைட்டப் போட்டு கீழே நாம பேசக்கூடாது, நம்ம படம் தான் பேசணும்னு ஒரு லைன் வரும். நீங்கள் எவ்வளோ யோசிச்சீங்க அந்த லைன் எழுதுறதுக்கு? இது ரொம்ப டைம்லெஸ்ஸாக போயிட்டு இருக்கு. இப்போ பேசாத ஒரு டிரெக்டர் ரொம்ப நல்லா ஒர்க் பண்ணாருன்னா அவர்கிட்ட இந்த டேக் லைன் வந்துடும், நாம பேசக்கூடாது, நம்ம படம் தான் பேசணும். எவ்வளோ யோசனை போயிருந்தது அந்த லைனுக்கு? அது அந்த இறைவியில வரும். அது இறைவியில எழுப்போது அந்த அந்த கேரக்டர் லைக் அருள் அப்படின்றது ஒரு ஃபில்ம் மேக்கர். ஸோ அவருக்குள்ள இருக்கிற மாதிரி எழுப்போ எழுதுனது. பர்சனலி ஐடியாலஜி லைக் ஏன்னா ஆக்சுவலி இப்போ என்னன்னா படம் எடுக்கிறத விட படத்தை பற்றி பேசுறது ரொம்ப கஷ்டம். ஆக்சுவலி அதை பற்றி பேசுறது பிஃபோர் ரிலீஸ் ஆஃப்டர் ரிலீஸ் பேசுறதுன்றது ஃபார் அ ஃபில்ம் மேக்கர் தட்ஸ் அ ப்ரெஷர். ஸோ பெட்டர் ஐ திங்க் பிகாஸ் எனி திங் லைக் ஒரு ட்ரெய்லர் ரிலீஸ் பண்ணுறோம், படத்தை பற்றின ஒரு சாங்ஸ் வருது. ஸோ அண்ட் ஈவன் ஆஸ் அன் ஆடியன்ஸ் மை செல்ஃப் would love to go watch a film without knowing much about the film because all that excitement should happen in the theater அப்படின்றத எக்ஸ்பெக்ட் பண்ணுறது. அதனால இட் கேம் ஃப்ரம் இன்சைட் தட் ஓகே நம்ம பேசக்கூடாது, படம் பேசணும். மலையாள ஃபிலிம்ஸோட ஒரு நியூ வேவ் எடுத்து பார்த்தீங்கன்னா எங்களுக்கு பிக் பீன்னு சொல்லி ஒரு படம் ரிலீஸ் ஆகிடுது. அதுதான் எங்களோட டிரெக்ஷனை கொஞ்சம் மாற்றிடுச்சு. இந்த ஸ்டோரி டெல்லிங், காஸ்டியூம்ஸ், அந்த அவுட்லுக் எல்லாமே. உங்களுக்கு இது ரொம்ப புதுசாக இருக்குது, இந்த ரைட்டிங் ரொம்ப புதுசாக இருக்குது, இந்த செட்டிங் ரொம்ப புதுசாக இருக்குது, அப்படி ஃபீலான ஒரு மலையாள படம் எது? இன்ட்ரோடக்ஷன் மாதிரி டு மலையாளம் சினிமா நிறைய பிகாஸ் எனக்கு I've been working with a lot of people from this industry. இப்போ கூட விவேக் அச்சன் is here, so he is my very close friend and he has been working with them. And நான் ஃபர்ஸ்ட் ஷார்ட் ஃபிலிம்க்கே வந்து சவுண்ட் டிசைன்லாம் வந்து விஷ்ணு கோவிந்த் who is doing lot of sound mix for many other films. So I have a lot of connection with வருது அப்படின்றது ஐ கீப் வாட்சிங். ஸோ எனக்கு அங்கமல்லி டைரிஸ் ஒரு மாதிரி இட் ஜஸ்ட் ஃபெல்ட் ஓகே. சடனாக வந்து த வே இட் வாஸ் பிளேஸ்ட், த ஸ்டோரி வேர் இட் வாஸ் பிளேஸ்ட், பட் த ட்ரீட்மெண்ட் ஹவு இட் வாஸ் மேட் அப்படின்றது வந்து எனக்கு லாட் ஆஃப் அதர் ஃபிலிம்ஸ். ஈவன் இப்போ கூட ரைஃபிள் கிளப் ஐ லவ்ட் த வே த ஃபில்ம் வாஸ் மேட், ரைஃபிள் கிளப். அண்ட் even Joju's Pani was good and he did an extraordinary, I mean, because appo vandu we were shooting retro, so Joju was there shooting with us and he used to show padam na munadiye paathen before release for a few months back, and appe vanda I was like scared of this guy, like who is this person and mari like. So I'm seeing like overall the sensibility of cinema is really as I told, it's very inspiring. And even the artist, like the way they perform, like even so that's also like adana vande na romba bramichu paakra vishayama paakren Malayalam cinema. So there's every month or so there is some film from Malayalam industry that is
that makes us wonder like okay எப்படி செமையா பண்றாங்க அப்படின்ற மாதிரி ஃபீல் பண்ண குட். വിജീഷ് ഇപ്പൊ കോമഡി എഴുതുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പം അമീൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷം ഈ റീൽസിൽ നമുക്കൊരു കോണ്ടെക്സ്റ്റ് വേണ്ട. ഇപ്പൊ ചിരിക്കാൻ വേണ്ടിട്ട് അതിന്റെ ഒരു തുടക്കമോ അവസാനം വേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അങ്ങ് ചിരിക്കണം. അപ്പം ഇത് സിനിമകളെ ബാധിക്കുന്നുണ്ട് തമാശ എഴുതുന്ന സമയത്ത്. എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ ഒരു സീരീസ് ഓഫ് തമാശകളല്ല ഇന്ന്. ഒരു സീനിലെ തമാശയാണ് നമുക്ക്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം, ഇന്നത്തെ ആളുകളായിട്ട് റിലേറ്റ് ആവണം, കുറെ റെസ്പോൺസിബിൾ ആയിരുന്നു തമാശ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ദിവസത്തിൽ ഉൾപ്പെടെ അങ്ങനെ ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ഈ ചോദ്യം പ്ലേസ് ചെയ്യുന്നത്. പ്രകമ്പനത്തിൽ തമാശ ഉണ്ടാക്കുക അല്ലെങ്കിൽ തമാശയിൽ കഥ പറയുക അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരിക്കലും കാരണം പ്രകടനത്തിൽ തമാശയെ കൊണ്ട് എഴുതിയില്ല എന്നാണ് സത്യം. അത് ഞാൻ എൻ്റെ റൈറ്റർ ശ്രീഹരി പഠനം ഞങ്ങൾ എഴുതിയ സമയത്ത് സിറ്റുവേഷനിലാണ് എപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അവിടെ നടക്കുന്ന ആ സിറ്റുവേഷൻ കോമഡിയിലാണ് പോയിട്ടുള്ളത് എല്ലാ പരിപാടിയും സിനിമക്കാർക്ക്. കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടാണ് Karthik sir, here. Malayalam films are now both artistic and commercially strong. Emburan collected over 200 crores. Tudarum collected over 200 crores. Even a low budget movie like Premalu grossed over 150 crores. So, how do you see the commercial future of Malayalam cinema as a director and as a producer? Very good, no? Very good when films are collecting well. Films like even I think Lal Sa's Tudarum also collected very well, and concepts like Loka, which is like some like creating a universe and really exciting. So it's very good for the industry as such, and more for the entire, like if you consider cinema industry as one, like Indian film industry as such, I think Malayalam industry is contributing very much for the cinema industry as an art, work of art also, and commercially also, which is very good. Thank you. So இந்த பேட்டைக்கு அப்புறம் இந்த ஃபேன் பாய் சம்பவம் அது கோயிலேஜாவே வந்தது. ஓ எப்படி சார் ஒரு ஃபேன் பாய் படத்தை நீங்க டிஃபைன் பண்ணுவீங்க? இப்போ அதுக்கப்புறம் நிறைய ஃபேன் பாய் படங்கள் அவரோட முந்தின படங்களோட ரெஃபரன்சஸ், டயலாக்ஸ், சீன்ஸ் அதெல்லாம் ரீக்ரியேட் பண்ணது தான் ஃபேன் பாய் படங்கள்னு நினச்சிட்டு. இப்போ பேட்டல் அது நம்மளோட அந்த லாஸ்ட் ஸ்க்ரீன் பிளே இல்லைங்க எல்லாரையும் டிச் பண்ணுவீங்க இல்லை, இது 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 அந்த ஜோனர் இல்லை இதை சொல்லி ஒரு விஷயம் பண்ணுவீங்க, அது பேட்டையில் இருக்கும். அப்போ எப்படி சார் ஒரு ஃபேன் பாய் படத்தை யோசிக்கணும், அதை கொண்டு வரணும் ஸ்க்ரீனுக்கு? இது உங்களோட டெஃபினேஷன் என்ன சார்? Your definition நான் கொடுக்கவே இல்லை, because I just love Rajni sir and I'm a very big fan of him. அதனால I'm a filmmaker as well, so அதனால so fanboy when doing a film I think it's called fanboy. But அதுக்கு I don't see any rules or something like that, because it has to be obviously for any star film or without stars, with stars, I think the script has to be good. And if it is good, I think, and the film connects to the audience, I think so it will be a good fanboy more. തമിഴ് സിനിമയില് മലയാള സിനിമകൾ ഒരുപാട് തമിഴ്നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ലോക്കയാണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ. മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമ എന്ത് പഠിക്കണം എന്നാണ് തോന്നുന്നത്? I can't tell about the whole industry as well. Me, like personally as a filmmaker, I would love to learn the simplicity in the art from Malayalam films. That's what I want. Because I've seen a lot of Malayalam films which creates the drama, creates an impact, creates an emotion with a simple setup and short divisions, and focusing more on the performances. So that kind of technicalities I would like. I'm learning from Malayalam cinema, so I wouldn't say that entire Tamil cinema should learn, because there are a lot of people they're doing that also. But I somehow see that the simple treatment of telling big stories, no, that I think I am personally learning from it. ഗണപതി കുറെ റൂമേഴ്സ് ഉണ്ടായിരുന്നു, ഗണപതി ഡയറക്ട് ചെയ്യാൻ പോകുന്നു, അർജുന ശേഖരനെ ലീഡാക്കി വെച്ചിട്ട് ഈ വർഷം ഒരു പ്രൊജക്ട് ഓൺ ആക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ ഡയറക്ഷൻ പ്ലാൻസ് ഉണ്ട്, സത്യമാണോ? അതൊരു റൂമറാണ്, ആക്ച്വലി റൂമറാണ്. ഡയറക്ഷൻ പ്ലാൻ ഇപ്പം ഇല്ല, എന്തായാലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആക്ച്വലി
നമുക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ അത് ഇതിലൂടെ. നമുക്ക് പ്രധാനമായിട്ട് അത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൊഡ്യൂസർ കണക്ഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സിനിമ. അപ്പോൾ അത് അവരെ കൂടെ നിന്ന് പഠിച്ച് സമയമെടുത്ത് എപ്പോഴെങ്കിലും ചെയ്യാൻ എന്നൊരാഗ്രഹമുണ്ട്. ബ്രദറിന്റെ പുതിയ സിനിമയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ബാലൻ എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. എല്ലാം പുതുമുഖങ്ങളാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നും വളരെ വേറിട്ടൊരു സിനിമയായിരിക്കും ബാലൻ. இந்த ரெட்ரோ சீரீஸாக ரிலீஸ் பண்ணுறத ஒரு அனௌன்ஸ்மெண்ட் கொடுத்துருக்கீங்க. அது எப்படி அது எப்போ வருவது, அதோட ஸ்டேட்டஸ் என்ன சார்? I'm editing that thing and also finding a way to release it. வேற எங்கே ரிலீஸ் பண்ணுறதுக்கு இல்லை, லைக் வந்து அது நெட்ஃப்ளிக்ஸ்லேயே பண்ணணுமா இல்லை வந்து வாட் இஸ் அவென்யூ வி கேன் ரிலீஸ்ன்றது ஐ திங்க் ப்ரொடியூசர்ஸ் Todian and they are trying to figure out a way, but I am just working on, I'm editing it parallelly. Alphonse is editing that series, so I'm hoping that some way I could show that to the audience. How's like reuniting with Alphonse, yourself, Rajesh Murugesh? How is that old team getting to the feeling? Yeah, I mean after short film time on Someone, I mean Alphonse is like very close friend, and I think in retro time only I met Alphonse and then we edited the trailer, and after that I've been like working with him, trying to work with him more. So it's a great place, friends working together. Yes, acted superbly in a Malayalam film. I mean, it's a bilingual called Bunty. Have you seen it? No, I just saw the clipping of his character and direction. It was really good, and he's a good actor actually. Right from Short Days, he's a good actor. Any more questions? சினிமா வந்து சும்மா கிம்மிக்ஸ் மட்டும் இல்லாத அதுக்குள்ள ஒரு ஸ்டோரி இருக்கணும், அதுக்குள்ள ஒரு சோல் இருக்கணும், அதுக்குள்ள சொசைட்டிக்கு கொடுக்கறதுக்கு ஏதாவது ஒரு மெசேஜ் இருக்கணும். மாரி செல்வராஜ் படங்கள் அந்த மாதிரி தான் இருக்கு. உங்களோட படமும் ரொம்ப நல்லா இருக்கு. அந்த ஆடியன்ஸ் தியேட்டர்ல பார்க்கும்போது எழுந்து பிசில் அடிக்கிறதா அந்த மாதிரி ஒரு ஃபீலிங் இருக்கு. അപ്പോൾ ഉങ്ങളോட പെർസ്പെക്റ്റീവില് സിനിമ എപ്പോഴും ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അബൌട്ട് നോട്ട് അബൌട്ട് കളർ ആൻഡ് ഗിമിക്സ്, വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഇസ് നൗ? For me personally, I mean, I can't generalize anything. For me personally, cinema is like technically telling a story which moved me and then trying to make audience also to get moved to the story. And that story can be anything. It can be a story with a social message or without social message. It can be as entertaining, like it can be just entertaining. So cinema, when you can't define the rule and tell this is how it is cinema and all that, because and it's very personal to every filmmaker when they see cinema. For me personally, like I have some stories to tell, and I'm using good technicalities and technicians and actors to tell that story, and hopefully convey the same way I perceive the story to audience also. Any more questions? So with that, we are coming to the end of this Motion Poster Launching press meet.